അഭിനന്ദരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൂടിയായ ബഹുമാന്യരായ തങ്ങൾ ഉസ്താദ്, വേദിയിലുള്ള മഹത്തുക്കളായ ആലിമീങ്ങൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിനന്ദരായ തങ്ങൾ ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ഒരു ബയാൻ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു തമിഴ്നാട്ടുകാരനാണ്, തമിഴ് ഭാഷ അറിയാത്ത ഒരാളാണ്. അപ്പോ അതിലൊരു വേദനയുണ്ട്. കുറെ തമിഴ് കുട്ടികളെ വളർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞ ഒരു കൊല്ലം കൊണ്ട് തമിഴ് സംസാരിക്കുന്ന മക്കളുമായിട്ട് സംസാരിച്ച് ഒരു മാസത്തിൽ തന്നെ പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ അൽഹംദുലില്ലാഹ് തങ്ങൾ ഉസ്താദിന്റെ ദുആ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഭാഷ ഒരു വലിയ വിഷയമാണ്. നിങ്ങളോട് വലിയ വേദനയുണ്ട്. ഭാഷ തിരിയാത്തത് കാരണം ഒന്നും പറയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ മുന്നിൽ സംസാരിക്കാൻ എന്തൊരു ഹിദ്മയാണ് ഈ മഹത്തുക്കളായ ആലിമീങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് വെട്ടി നെരിയാടി വെട്ടി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വായിൽ നിന്ന് പല്ല് തെറിച്ച സമയം സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ വ്യക്തികൾക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളെ, എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എന്നെ കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു തആല ഹിദായത്തിന്റെ ഈമാനിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്. ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദേ, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട മുഖം ഒന്ന് കാണണം ദിവസത്തിൽ പല പ്രാവശ്യം. നബി തങ്ങൾ സ്വഹാബികളോട് ദീനിന്റെ ഖിദ്മയുമായി മറ്റു ചില ഭാഗങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു. ചില ആളുകൾ കണ്ണീരൊടുക്കി. അവിടുന്ന് പറഞ്ഞു, എന്ത് പോകാൻ തയ്യാറാണ്, പക്ഷേ ഈ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ കഴിയില്ലല്ലോ. അത് ഓർത്തിട്ട് കരയുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സ്വഹാബികളെ, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഒരാളെ ദീനിന്റെ ദഅവത്തിലേക്ക്, ദീനിന്റെ പ്രവർത്തനത്തിൽ ദീനിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ ദുനിയാവും ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറ്, ദുനിയാവ് മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറ് ഇതായിരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. 10,000-ഓളം വരുന്ന സ്വഹാബികളാണ് ബഖീഇലും മറ്റുമായിട്ടുള്ളത്. ബാക്കിയുള്ള 1,00,000-ഓളം വരുന്ന സ്വഹാബികൾ നാടിന്റെ നാനാഭാഗങ്ങളിലും. നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു, അനസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ഇറാഖിലെ ബസറ എന്ന സ്ഥലത്താണ്. നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ സാഹിബ് സിർ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു മദീന വിട്ട് എത്രയോ അകലെയാണ് കിടക്കുന്നത്. ലോകത്ത് 1,00,000-ഓളം വരുന്ന സ്വഹാബികൾ പല ഭാഗങ്ങളിലുമായി ദീനിന്റെ പ്രവർത്തകരായി ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ തുർച്ചി എന്ന് പറയുന്ന ഈ നാട്ടിൽ ഷരീഫ് ബുഖാരി അടക്കമുള്ള ആ യുവ പണ്ഡിതന്മാർ, കാണാൻ ചെറുപ്പമാണെങ്കിലും അല്ലാഹു വലിയ തൗഫീഖ് കൊടുത്ത യുവ പണ്ഡിതന്മാരാണ്. ആബിദ് ബുഖാരി, അതുപോലെ തന്നെ മറ്റു പല ഉസ്താദുമാരും എല്ലാം ഇവിടെ നമുക്ക് നേതൃത്വം നൽകിയ ശൈഖുനയുടെ മക്കൾ കൂടിയാണ്. ആ പ്രിയപ്പെട്ട ആലിമീങ്ങൾ ഇന്ന് ധാരാളം പണ്ഡിത മുത്തുകളെ കൃഷിയിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി. തമിഴ് പറയാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങി വന്ന് സംസാരിക്കുമായിരുന്നു. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഈ പൊന്നുമക്കൾ, വെള്ള വസ്ത്രം ധരിച്ച പൊന്നുമക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. അത് എവിടെയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. മഹാന്മാരായ മഹത്തുക്കൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടക്കമുള്ള വലിയ മഹാന്മാരുടെ കേന്ദ്രത്തിൽ ഇത്രയും ആലിമീങ്ങളെ
വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം, സൗകര്യങ്ങളൊന്നുമില്ല, എല്ലാം വാടക മുറികളാണ്. ഞാൻ ഷരീഫ് ഉസ്താദ് എന്നതിൻ്റെ ഒരു അനുജന തുല്യമുള്ള ആ യുവ പണ്ഡിതരുടെ നല്ലൊരു എഴുത്തുകാരനുമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊക്കെ സ്വന്തമായി കിട്ടിയതാണോ? എല്ലാം വാടക മുറിയാണ്. മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി. നാട്ടുകാരായ നിങ്ങളൊക്കെ സഹായിക്കണം. 100 ആലിമീങ്ങൾ ഇവിടെ വളരുന്നുണ്ട്, അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ആശയം തങ്ങൾ ഉസ്താദ് പറയും. ഭാഷ അത് ഞങ്ങൾക്ക് പറ്റിയ രൂപത്തിൽ. തങ്ങൾ ഉസ്താദ് അഹ്സനി കൂടിയാണ്. അൽഹംദുലില്ലാ, ഒരു സാധാരണ സയ്യിദല്ല. നബിത്തങ്ങളുടെ മക്കളുടെ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു വലിയ മുവഫഖായ പണ്ഡിതർ കൂടിയാണ്. എത്രയോ ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്. തമിഴ്നാട്ടിലെ മക്കൾക്കൊരു നേതൃത്വം തന്നെയാണ്. തമിഴ്നാട്ടിലെ പാവങ്ങളുടെ അത്താണിയാണ്. തമിഴ്നാട്ടിലുള്ള സാധുക്കൾക്കുള്ളൊരു മൽജ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാവ് കൂടിയായ ബഹുവന്യരായ തങ്ങൾ ഉസ്താദ് അവിടുന്ന് വേണ്ടുപോലെ നമ്മോട് പറയും. എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഈ മക്കളെ നിങ്ങൾ സഹായിക്കണം. ഈ മക്കൾക്ക് വേണ്ട സഹായങ്ങൾ, ഭക്ഷണമൊക്കെ കൊടുക്കണം. നല്ല ആലിമീങ്ങളോടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ തമിഴ് പഠിച്ചു വന്ന് പ്രസംഗിക്കണമെന്നുള്ള, തമിഴ്നാട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് സന്തോഷത്തോടെ അറിയിച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യണം. നിങ്ങൾ ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റണമെന്നും നിങ്ങളുടെ മക്കളെ പോലെ എനിക്കല്ലാഹു ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്, ഞാനൊരു കുട്ടിയെ വളർത്തും, ഞാൻ അവർക്ക് എന്തും ചെയ്യുമെന്നുള്ള നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.